വിഴിഞ്ഞം തുറമുഖം ആരാണ് കൊണ്ടുവന്നത് എന്ന അവകാശവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സന്താന ഉൽപ്പാദനശേഷിയില്ലാത്ത ആളെപ്പോലെയാണ് പിണറായി വിജയൻ്റെ അവകാശവാദമെന്നാണ് മുരളീധരൻ പറയുന്നത്. പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ആൾ അയൽവീട്ടിലെ കുട്ടിയോട് ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായി ഇപ്പോൾ ചെയ്തത് എന്നും മുരളി പറഞ്ഞു. UDFിൻ്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ LDF ശ്രമിക്കുകയാണെന്നും ഒരു നാണവുമില്ലാതെ UDF പദ്ധതികളുടെ പിതൃത്വം പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. KPCC സംവിധാൻ ബച്ചാവോ പൊതുസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശമുണ്ടായത്. വിഴിഞ്ഞം പദ്ധതി K കരുണാകരൻ്റെ കാലത്തേക്കുള്ള ആലോചനയാണെന്നും അതിൻ്റെ പണി തുടങ്ങിവെച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും PC വിഷ്ണുനാഥും പറയുന്നു. ഒരു പദ്ധതി പൂർത്തിയായി കഴിയുമ്പോൾ എൻ്റെ അച്ഛനാണ് ഇതാദ്യം മനസ്സിൽ ആലോചിച്ചതെന്നും വെല്ലിച്ചനാണ് അതിൻ്റെ കല്ലിട്ടതെന്നും പറയുന്നത് അല്പത്തരമാണ്. സ്വാഭാവികമായും ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നവർക്ക് തന്നെയാണ് അതിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്. ഇത്തരം വാദങ്ങൾ ഉയർത്തുമ്പോഴും അടുത്ത KPCC അധ്യക്ഷൻ ആരെന്ന് തീരുമാനിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് K സുധാകരൻ ഇപ്പോഴും പറയുന്നത്. സുധാകരന് പകരം ബെന്നി ബെഹന്നാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി M ജോൺ തുടങ്ങിയവരെ KPCC അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്.